ആദ്യമായി അമ്മയുടെ ഈ പ്രത്യക്ഷീകരണ വേളയിൽ സാക്ഷിയാക്കിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഏറെ സ്നേഹത്തോടെ ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് അനീഷ് വി ചാക്കോ. എൻ്റെ മോള് റിയോണ അനീഷ്. ഞങ്ങൾ താമരശ്ശേരി രൂപത വാലില്ലാപ്പുഴ ഇടവകാംഗമാണ്. ഞങ്ങൾക്കുള്ള സാക്ഷ്യങ്ങൾ എൻ്റെ കൂട്ടുകാരൻ വഴിയാണ്. 2019 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം 2025 ജൂൺ 17 ഞാനിവിടെ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഉടമ്പടിയിലൂടെ കിട്ടിയ ഈ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. 10 വർഷത്തോളമായി എൻ്റെ സ്ഥലത്തിന് തരം മാറ്റി ലഭിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പലരെയും കാണും, കലക്ടറെ കാണും, കലക്ടറുടെ PA കാണും, മന്ത്രിയെ കാണും, മന്ത്രിയുടെ PA കാണും. എല്ലാവരെയും കണ്ടാലും ആരും ഒന്നും പറയുകയില്ല. അങ്ങനെ ഞാനിത് ഉടമ്പടിയിൽ വെച്ചു. അവിടെ വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. ആദ്യത്തെ 90 ദിവസം അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എനിക്ക് 6 എന്ന അക്കം എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിൽ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈഫ് എന്നോട് പറയുകയാണ്, നമുക്ക് കലക്ടറെ കാണാൻ പോയാലോ എന്ന് വെച്ച്. അങ്ങനെ ഞാൻ കലക്ടറെ കാണാൻ വേണ്ടി ഞാനൊരു അപ്പോയിൻമെൻ്റ് എടുത്തു. കലക്ടറുടെ ഓഫീസിൽ ചെന്നു. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ കലക്ടറെ കണ്ടു. കലക്ടർ പറഞ്ഞു, ഇത് ഞാൻ ഒക്ടോബർ 6 ഞാനിത് സൈൻ ചെയ്ത് തഹസീൽദാറുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ തഹസീൽദാരെ പോയി കണ്ടു. തഹസീൽദാർ 16 ഇത് ഞാൻ ഒപ്പുവെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളുടെ വില്ലേജ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് വീണ്ടും വന്ന് വില്ലേജ് ഓഫീസറെ പോയി കണ്ടപ്പോൾ വില്ലേജ് ഓഫീസർ എന്നോട് പറഞ്ഞു, 26 വില്ലേജ് ഓഫീസർ എനിക്ക് ഇത് സാങ്ഷൻ ചെയ്ത് തരികയും ചെയ്തു. അങ്ങനെ 6 എന്നുള്ള അമ്മയുടെ മഹത്വപൂർണ്ണമായ നമ്പർ എനിക്ക് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അവിടെ ഞാൻ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഇവിടുന്ന് വെഞ്ചരിച്ച കാശുരൂപം കൊണ്ടുപോയിരുന്നു. അത് ഞാൻ വീടിൻ്റെ സ്ഥലത്തിൻ്റെ 4 മൂലയിലും കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ ഫലമായിട്ടാണ് 6 എന്ന അക്കത്തിലൂടെ എന്നെ മാതാവ് ശക്തമായ രീതിയിൽ അനുഗ്രഹിച്ചത്. ഇപ്പോൾ അതിന് ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളെല്ലാം അതിന് ശേഷം അവിടെയെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് മാതാവ്. എൻ്റെ ബാലൻസായിട്ട് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളും നടന്നു കിട്ടിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ വലിയ സാക്ഷ്യം എന്നുള്ളത്. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം, അതിശക്തമായ മണം ഇവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പലരോടും ചോദിച്ചു, മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ നിന്നും ഒരു പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ശരീരത്തിൽ ഭയങ്കരമായ ചൊറിച്ചിലുണ്ടായിരുന്നു. 3 മാസത്തോളം ഞാൻ മരുന്ന് കഴിച്ചു, അതിനൊരു കുറവുമില്ല. അങ്ങനെ ഒരു ദിവസം ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് അച്ഛൻ ശരീരത്തിൽ ബുദ്ധിമുട്ടുള്ളവർ ആരാധന സ്ഥലങ്ങളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ഞാനത് കൈവച്ച് പ്രാർത്ഥിച്ചു. എന്ന് പോയി എന്നറിയത്തില്ല. ഉടമ്പടി വസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്ന് പോയി എന്നറിയുന്നില്ല. അതിനുശേഷം ഒരു 7 മാസമായിട്ട് എനിക്ക് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഒരു സംഭവം തന്നെ എൻ്റെ ശരീരത്തിലുള്ളതായിട്ട് എനിക്ക് അറിവുള്ളതില്ല. രണ്ടാമതായിട്ടുള്ളത്, മോൾക്ക് എന്നും തലവേദനയായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് മിക്കവാറും ദിവസങ്ങളിൽ തലവേദനയായിരിക്കും. സൗണ്ട് പ്രശ്നം, സ്കൂളിൽ ടെൻഷനാണോ എന്നറിയത്തില്ല. അങ്ങനെ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുണ്ടായി, തലവേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ മോളുടെ തലവേദനയ്ക്ക് ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ഇടയിൽ മോളുടെ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അവളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് തലവേദന ഇപ്പം നിശേഷമില്ല എന്ന് പറയാം. അത് ദൈവമാതാവ് എടുത്തു മാറ്റി തന്നിട്ടുണ്ട്. പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് നല്ല അഹങ്കാരമുള്ള ഒരാളായിരുന്നു ഞാൻ. ആത്മീയ ജീവിതത്തിൽ നല്ല അഹങ്കാരം. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ രൂപതയുടെ സെക്രട്ടറിയാണ്. ഞാൻ പല കാര്യങ്ങളിലൂടെയും രൂപതയിലൂടെ വളർന്നു വന്ന ആളാണ്. മിഷൻ ലീഗ് തൊട്ട് ഏകദേശം എല്ലാ സംഘടനകളിലും ഞാൻ പ്രവർത്തിച്ച് വന്ന രൂപതയിൽ സെക്രട്ടറി ആയ ആളാണ്. അത് കാരണം നല്ല അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അത് എന്നെ മാതാവ് എളിമപ്പെടുത്താൻ സാധിച്ചു. എനിക്ക് മാതാവിലൂടെ തന്നെ എൻ്റെ ജീവിതം എളിമപ്പെടുത്താൻ സാധിച്ചു എന്ന് പറയും.
ആരെന്ത് ചെയ്താലും എനിക്കതിന് കുറ്റം ഉണ്ടായിരുന്നുള്ളൂ. ആരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുകയുള്ളൂ. അതെല്ലാം മാറി ഇപ്പോൾ ഞാൻ മെല്ലെ പുറകിലേക്ക് മാറി നിന്ന് മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ നല്ലോണം വഴക്ക് പറയും, ചീത്ത വാക്കുകൾ പറയും, തെറിയൊക്കെ പറയുമായിരുന്നു. ഈ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ചീത്ത വാക്കുകളോ ദേഷ്യങ്ങളോ ഒന്നുമില്ല. ഞാൻ സാധാരണ നല്ലൊരു ജീവിതം നയിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കൂട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, എൻ്റെ വൈഫടക്കം പറയാൻ തുടങ്ങി, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ട് ഉടമ്പടിയിലൂടെ പോകുന്നത് കൊണ്ട് എന്ന് പറയാൻ തുടങ്ങി. നല്ല അടുക്കും ചിട്ടയായ ജീവിതം. കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ ഏകദേശം ഒരു 5-6 വർഷമായിട്ട് പങ്കെടുത്തിട്ടേ ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അല്ലാതെ ഞാൻ അങ്ങനെ ശനിയാഴ്ച ദിവസം പറ്റുവാണെങ്കിൽ പോകും. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു ദിവസം പറ്റിയല്ല. കാരണം ഞാൻ കൃഷിക്കാരനാണ്, എനിക്ക് റബ്ബർ വെട്ടാനുണ്ട്. രാവിലെ 3 മണിക്ക് പോയി വെട്ടി വന്നതിന് ശേഷമാണ് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോവുക. അതിന് ശേഷമാണ് പാലെടുക്കാൻ പോവുക. എല്ലാം മാതാവ് ക്രമമായിട്ട് എന്നെ നടത്തുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ല. അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കൂടാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും എനിക്ക് വീട്ടിലേക്ക് ആരെങ്കിലും ആ സമയത്ത് വരുന്നതൊക്കെ ലേശം മുറുമുറുപ്പാണ്. കാരണം അച്ഛൻ്റെ ധ്യാനം നടക്കുമ്പോൾ ആരെങ്കിലും വന്നാലൊക്കെ എനിക്കത് കേൾക്കാൻ, ലൈവായിട്ട് ആ സമയത്ത് കേൾക്കാൻ, പിന്നീട് കേൾക്കുന്നേക്കാളും എനിക്കിഷ്ടമാണ് അപ്പോൾ കേൾക്കുന്നതാണ്. ആ കേൾക്കാനുള്ള ആവേശത്താൽ ആരെങ്കിലും വന്നാലൊക്കെ എനിക്കൊരു ചെറിയ ഒരു സങ്കടമൊക്കെ വരും. പക്ഷേ എന്നാലും ഞാൻ ആ സമയത്ത് അത് കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം നടക്കുന്നുണ്ട്. ദേഷ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് അസാധാരണ ദേഷ്യമായിരുന്നു. പെട്ടെന്ന് ചൂടാകുക, അവരോട് എന്താ പറയുക എന്ന് പറയാൻ പറ്റില്ല, വായി വരുന്നതെല്ലാം പറയും. ആ സമയത്ത് അവർ കരഞ്ഞിട്ടുണ്ട്. അത്രയേറെ ചീത്ത വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം മാറി ഇപ്പോൾ അവരെ സോഫ്റ്റായിട്ട് എല്ലാവരെയും ഒരേ പരിഗണനയിൽ നിലത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായന എന്തായാലും നടത്തിയിരിക്കും. അതെത്ര സമയം ഇല്ലെങ്കിലും അതിൻ്റെ ഒരു ഗ്യാപ്പിൽ കണ്ടിന്യൂസ് എനിക്ക് 15 മിനിറ്റ് പ്രാർത്ഥിച്ച് വായിച്ചിട്ട് അങ്ങനെ മാറി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അരമണിക്കൂർ എനിക്ക് വായിക്കണമെന്ന് നിർബന്ധം പോലെയാണ്. ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാനത് വായിക്കും എല്ലാ ദിവസവും. അതേപോലെ തന്നെ കൊന്ത ഞാൻ കഴിയുന്ന അത്ര ഭാഗം ഞാൻ നല്ലവണ്ണം ചെല്ലാൻ ശ്രമിക്കാറുണ്ട്. അത് ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ കിട്ടും. എനിക്കൊരു സ്കൂൾ വണ്ടിയുണ്ട്. ആ സ്കൂൾ വണ്ടിയിൽ പോകുന്ന സമയം, പിള്ളേരെ കയറ്റുന്ന സമയം തൊട്ട് 1 മണിക്കൂറോളം എനിക്ക് അങ്ങനെ തന്നെ കിട്ടും. തിരിച്ചു 1 മണിക്കൂർ കിട്ടും. അപ്പോൾ എനിക്ക് ആ സമയം മുഴുവൻ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പിള്ളേർ പുറകിൽ നിന്ന് ബഹളം ഉണ്ടാക്കിയാലും എനിക്കത് വിഷയമല്ല. ഞാൻ ആ 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓരോ മണിക്കൂർ ഞാൻ ശരിക്കും കൊന്ത ചൊല്ലി തന്നെയാണ് പോരുന്നത്. അത് കാരണം എനിക്ക് പല അപകടങ്ങളും എൻ്റെ മുമ്പിൽ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കോ എൻ്റെ വണ്ടിക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതെല്ലാം ഇതിൻ്റെ ഫലമായിട്ടാണെന്നാണ്. അതേപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കുന്നത് ആദ്യം വീടുകൾ ഞങ്ങളുടെ അയൽവക്കത്തൊക്കെയായിരുന്നു. അതിനുശേഷം 2ാമത്തെ പ്രാവശ്യം ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ തിരിച്ച് വണ്ടിയെ കയറിയപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എന്നോട് പറയുന്നു, നാളെ മെഡിക്കൽ കോളേജിലാണ് പോകേണ്ടതെന്ന് ഒരു അശരീരി പോലെ കേൾക്കുകയുണ്ടായി. അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ എന്തായിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ നിന്ന് ഞാൻ രാവിലെ വിശുദ്ധ കുർബാന കൂടി, അന്ന് ഞായറാഴ്ചയാണ്, പിറ്റേ ദിവസം വിശുദ്ധ കുർബാന കൂടി വീട്ടിൽ വന്നു, ചായ കുടിച്ചു. അപ്പോൾ വൈഫ് ചോദിച്ചു എങ്ങോട്ടാണ് പോകണം. ഞാൻ പറഞ്ഞു ഞാൻ കോഴിക്കോട് പോവാണ്, മെഡിക്കൽ കോളേജിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പെട്ടെന്ന് പോകുന്നത്? ഞാൻ പറഞ്ഞു ഈ പത്രമൊക്കെ ഒന്ന് കൊടുക്കണം, ഇങ്ങനെ ഒരു ദർശനം പോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നു. മുഴുവൻ പത്രവും ഞാൻ തൈലം പൂശി ഇവിടുന്ന് പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലിയാണ്. ഏകദേശം വീട്ടിൽ നിന്ന് 37 കിലോമീറ്റർ ഉണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. അത് ഞാൻ വണ്ടി ഓടിച്ച് ചെന്ന് അവിടെ വണ്ടി സൈഡാക്കി ഇറങ്ങി ഫസ്റ്റ് പത്രം കൊടുക്കുന്ന ഒരു ചേച്ചിക്കാണ്. ആ ചേച്ചി പറഞ്ഞു, നിങ്ങളൊരു മാലാഖയാണ് മോനെ എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഈ പത്രത്തിന് വേണ്ടി 3 ദിവസമായി ഇതിനെ തപ്പി നടക്കുന്നു, ഇവിടെ എങ്ങും കിട്ടാനില്ലായിരുന്നു. അപ്പം ഞാൻ കാര്യം ചോദിച്ചപ്പോൾ എൻ്റെ മകൻ ICUവിൽ വെൻറ്റിലേറ്ററിലാണ്, അവൻ ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപം കൊടുത്തു. തൈലം ഉണ്ടായിരുന്നില്ലായിരുന്നു. അവർ ചോദിച്ചിരുന്നു തൈലം, അതെനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ ചേച്ചിക്ക് കൊടുത്ത ശേഷം 10 മിനിറ്റ് കൊണ്ട് എൻ്റെ 3 കെട്ട് പത്രവും എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മറിച്ച് നോക്കുന്നതാണ് കാണുന്നത്. ആ പത്രങ്ങൾ മുഴുവൻ ഇങ്ങനെ മറിച്ച് നോക്കുകയാണ്. പെട്ടെന്ന് ആരും അന്നത്തെ ദിവസം എന്നോട് ഒരു പത്രം പോലും വേണ്ടാന്ന് പറഞ്ഞില്ല. എനിക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് മുഴുവൻ പത്രവും കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്
എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. അതിനുശേഷം വന്ന പുതുക്കലിന് ശേഷവും ഞാൻ പത്രം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് കൊടുക്കുന്നത്. ആ മെഡിക്കൽ കോളേജിലെ മുഴുവൻ ആൾക്കാർക്കും അവിടെ ആരും ഇല്ലയെന്ന് പറയുന്നത് വളരെ ചുരുക്കം, 1-2 പേരുകളെ വേണ്ടാന്ന് പറയുന്നുള്ളൂ. എങ്കിലും നമുക്കൊക്കെ പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വാങ്ങും. അവർ എന്തെങ്കിലും മേടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു തരിക ചെയ്യുക. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ചു മേടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ഒരിക്കൽ കൂടി എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഇത്ര അനുഗ്രഹം തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്നു, എന്നെ ശക്തിപ്പെടുത്തി. സങ്കീർത്തനം 138 30 ധൈര്യം പകർന്ന് ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പലപ്പോഴും മാനസിക സമ്മർദ്ദങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, ജോലിയിലുള്ള നഷ്ടങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അനിശ്ചിതത്വങ്ങൾ, ഇവയെല്ലാം നമ്മെ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു നമ്മുടെ ഒരു സമാധാനം പോകുന്ന ഒരു പ്രശ്നങ്ങളാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് നമുക്കൊരു സമാധാനം ലഭിക്കുന്നത് ഈശോയുടെയും അമ്മയുടെയും അടുത്തുള്ള ഈ ആലയത്തിൽ വന്നിരിക്കുമ്പോഴാണ്. എന്ത് പ്രശ്നമായാലും നേരിടാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി ജീവിതത്തിലാണെന്നാണ് നമുക്ക് ഓരോ സാക്ഷ്യത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നാം ഓരോരുത്തരും വന്നിരിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാനും ഈശോയിലേക്ക് അമ്മ നമ്മെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പുത്തൻ വഴികളാണ് ഈശോയും അമ്മയും തുറന്നു തരുന്നത്. പരിശുദ്ധ അമ്മ കൃപയുടെ സിംഹാസനത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുന്നത്, ഈശോയുടെ കരങ്ങളിലേക്ക്. ഈശോയുടെ സ്നേഹവും കരുണയും രോഗസൗഖ്യവും എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു മകനാണ് നമ്മുടെ മധ്യയിൽ ഇപ്പോൾ ഉള്ളത്. അനീഷ് വി ചാക്കോ എന്ന മകൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നാം ഓരോരുത്തരും കേട്ടത്. ഉടമ്പടി മക്കൾ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ഈശോയും അമ്മയും കൂടെ നിന്ന് ആ മക്കളെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ കേൾക്കുന്നത്. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് സങ്കീർത്തനത്തിലെ 147 സങ്കീർത്തനം 3 പറയുന്നത്. നമുക്ക് നമ്മുടെ എല്ലാ രോഗങ്ങളും രോഗാവസ്ഥകളും നമ്മുടെ എന്ത് തന്നെ പ്രശ്നമായാലും എല്ലാം ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിക്കാം. നമുക്കും വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകാം. നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ആ അമ്മയാണ് നമ്മുടെ കൈ പിടിച്ച് ഈശോയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അമ്മയുടെ കരം പിടിച്ച് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ഭക്തിയോടെ കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. അനീഷിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.